ചോദ്യം വായിക്കുക. 1, 5, 14 എക്സെട്ര എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരെന്ത്? ഇവിടെ ഈ 1, 5, 4 എന്ന് പറയുന്നത് ആദ്യം ഇപ്പം നമ്മൾ ഒരു ബോൾ വെച്ചിരിക്കുന്നു. അടുത്ത നമ്മളൊന്ന് മനസ്സിൽ വെച്ചാൽ ഒരു 4 ബോൾ സമചതുരാകൃതി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ബോൾ വയ്ക്കുന്നു. അടുത്ത എങ്ങനെയായിരിക്കും? 9 ബോൾ ആദ്യം വയ്ക്കുന്നു, അതിൻ്റെ പുറത്തൊരു 4 വയ്ക്കുന്നു, അതിൻ്റെ പുറത്തൊരു 1 വയ്ക്കുന്നു. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ആദ്യം ഒരു ബോൾ വെച്ചിരിക്കുന്നു, പിന്നെന്താണ് ഒരു 4 ബോൾ ഇങ്ങനെ താഴെ അടുക്കി വെച്ചു, അതിൻ്റെ മുകളിൽ ഒരെണ്ണം. ഇവിടെ എങ്ങനെയാണ്? 9 ഏറ്റവും താഴെ, അതിൻ്റെ മുകളിൽ 4, അതിൻ്റെ മുകളിൽ 1, അങ്ങനെ കൂടി പോകുന്നു. അങ്ങനെയുള്ള സംഖ്യകൾ, അങ്ങനെ അവിടെ വന്നിരിക്കുന്ന ബോളുകളുടെ എണ്ണമാണ് നമ്മൾ ഈ എണ്ണമായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു ബോൾ, ഇവിടെ 4, 1, 5, ഇവിടെ 9, 9, 10, 14. അങ്ങനെ കൂടി പോകുന്ന സംഖ്യകൾ നമ്മൾ കൊടുക്കുന്ന പേര് സ്തൂപിക സംഖ്യകൾ എന്നാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തതിൻ്റെ ഇരട്ടിയാണ്. മൂന്നാമത്തേത് ഒന്നാമത്തതിൻ്റെ 1/3 എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ നമ്മുടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഞാനൊന്ന് എഴുതുകയാണ്. ആ കാര്യങ്ങളൊക്കെ നോക്കണം. 3 സംഖ്യകൾ, ഞാൻ എയും ബിയും സിയും ആണ് 3 എടുത്തിരിക്കുന്നത്. അപ്പം എയും ബിയും സിയും കൂടെ കൂട്ടിയാൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് വെച്ചാൽ ആരാണ്? 572 എന്ന് പറഞ്ഞിരിക്കുന്നു. എ പ്ലസ് ബി പ്ലസ് സി 572 ആണ്. ഇതിലെന്താ അടുത്ത് പറഞ്ഞിരിക്കുന്ന? ഒന്നാമത്തേത് രണ്ടാമത്തതിൻ്റെ ഇരട്ടിയാണ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ സംഖ്യ എന്താണോ എ എന്ന് പറയുന്ന ആളാണ് ഒന്നാമത്തെ സംഖ്യ. അതെന്താണ്? രണ്ടാമത്തെ സംഖ്യയായ ബിയുടെ ഇരട്ടിയാണ്. കണ്ടോ? അവിടെ നമുക്ക് ബി എന്താണെന്ന് പറയാം. ബി എന്തായിരിക്കും? ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ a/2 എന്നായിട്ട് മാറും. നമുക്കതാണ് വേണ്ടത് അവിടെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം കിട്ടി. എന്താണ്? ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തതിൻ്റെ ഇരട്ടിയാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തേത് എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തതിൻ്റെ 1/3. മൂന്നാമത്തെ സംഖ്യ എന്ന് വെച്ചാൽ സി ആണ്. അതെന്താണ്? എ എന്ന് പറയുന്ന ആളുടെ 1/3 എന്ന് വെച്ചാൽ a/3. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മതി. നമുക്കിവിടെ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എ പ്ലസ് ബി പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനകത്തോട് ഞാൻ വാല്യൂ എല്ലാം കൊടുക്കുകയാണ്. എ എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. ബി എന്നുള്ളത് ഇവിടെ കിടപ്പുണ്ട്, എന്താണ്? a/2 എന്നാണ്. സി എന്നുള്ളത് a/3 എന്നാണ്. ഇത് 3 കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? 572. നമുക്കൊന്ന് എൽ സി എം കൊണ്ട് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6 ആണ് എൽ സി എം. അപ്പോൾ ഡിനോമിനേറ്ററിനൊക്കെ 6 ആക്കി മാറ്റുക. ആദ്യത്തെ ആളെ നമുക്ക് മുകളിലും താഴെ 6 കൊടുത്താൽ മതി. അപ്പോൾ 6a/6 എന്നാക്കിയാൽ മതി. രണ്ടാമത്തെ ആളെ 6 ആക്കാൻ എന്തിനാണ്? ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ മുകളിലും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3a/6 എന്നായി. മൂന്നാമത്തെ ആളെ 6 ആക്കാൻ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ മുകളിലും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2a/6 എന്നായി. ഇതാണ് എത്ര? 572. ഡിനോമിനേറ്ററൊക്കെ സെയിം ആയതുകൊണ്ട് നമുക്ക് 6 എന്ന് മാത്രം കാണിച്ചാൽ മതി. മുകളിലുള്ള എല്ലാം കൂടെ കൂട്ടിക്കുക. 6a + 3a + 2a 11a എന്നാണ് വരിക. ഇതാണ് 572 എന്ന് പറയുക. അപ്പോൾ എ എത്രയായിരിക്കാം? 572. ഈ 11/6 എന്ന് പറയുന്ന ആൾ അപ്പുറത്ത് പോകുമ്പോൾ തിരിഞ്ഞു വരും. 6/11. 11ഉം 572 കൂടെ വെട്ടാം. 57 5 തവണ, ശിഷ്ടൻ 2, 22 2 തവണ. 52 നമുക്ക് 6 വെച്ച് ഗുണിക്കണം. ഗുണിക്കുമ്പോഴത്തേക്ക് എത്ര? 312 എന്നാണ് കിട്ടുക. അപ്പോൾ എ എന്ന് പറയുന്ന ആളുടെ വില കിട്ടി. ഒരു സംഖ്യ കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ള സംഖ്യകളെന്ന് കണ്ടുപിടിക്കണം. ബി എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക? ബി എന്നുള്ളത് എങ്ങനെ പറയുക? a/2 എന്നാണ്. എന്ന് വെച്ചാൽ 312/2. 312/2 എന്ന് പറയുമ്പോൾ എത്ര? 156 അടുത്ത് വരും. ഉണ്ടോ? 156 അടുത്ത് വരും. ഇനി സി എങ്ങനെ കണ്ടുപിടിക്കാം? സി ആണെങ്കിൽ a/3 എന്നാണ്. a/3 എന്ന് വെച്ചാൽ എത്രയാണ്? 312/3 നമുക്ക് 104 എന്ന് കിട്ടും. അപ്പം 104 നമ്മുടെ ഓപ്ഷൻ കിടപ്പുണ്ട്. 3 സംഖ്യകൾ ഇതൊക്കെയാണ്: 312, 156, 104. ഇതിൽ ഏതാണ് ഓപ്ഷനിലുണ്ടോ നോക്കി? 104 ഓപ്ഷനിലുണ്ട്. 104 ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചോദ്യം വായിക്കുക.
എ, ബി, സി എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ മൂന്നാം ദിവസം ബി, സി എന്നിവർ സഹായിച്ചാൽ എയ്ക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ കഴിയും? ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇവർ എയും ബിയും സിയും യഥാക്രമം 20 ദിവസം, 30 ദിവസം, 60 ദിവസം ഇങ്ങനെ തരുമ്പോൾ നമുക്കറിയാം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഇവർ LCM എടുത്താൽ മതി അല്ലേ? നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം 20, 30 മൾട്ടിപ്പിളാണ് 60. അപ്പോൾ LCM ആണ് 60 എന്നറിയാം. എങ്കിലും പറഞ്ഞേക്കാം 10 കൊണ്ട് നമ്മൾ ചെയ്യുന്നു. 2 തവണ, 3 തവണ, 6 തവണ. 2 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 1 തവണ, 3 അങ്ങനെ തന്നെ ഇറക്കി എഴുതി. 6ൽ 3 തവണ. വീണ്ടും 3 കൊണ്ട് ചെയ്യുന്നു. 1, 1, 1. അങ്ങനെ നമ്മുടെ LCM എത്ര കിട്ടി? LCM ആണ്. ഇതാണ് ടോട്ടൽ വർക്ക്, ആകെ ചെയ്യാനുള്ള ജോലി എന്ന് നമ്മൾ പറയുന്നത് ഇതിനെയാണ്. LCM എത്ര കിട്ടി? 60 കിട്ടി. ഇനി എന്താണ് ഓരോരുത്തരുടെ എഫിഷ്യൻസി പറയുക? 60/20 എന്ന് പറയുന്ന ആണ് എ എന്ന് പറയുന്ന ആളുടെ എഫിഷ്യൻസി. അതെത്രയാണ്? അപ്പം എയ്ക്ക് 3 ജോലി അഥവാ 3 വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ബി എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെയായിരിക്കാം? ബി എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെയായിരിക്കാം? 60/30. അയാൾക്ക് ആകെയുള്ള ജോലിയുടെ 2 ജോലി ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. സി എന്ന് പറയുന്ന ആൾക്ക് എന്തായിരിക്കാം? 60/60, 1 ജോലി ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ അല്ലേ? ഇനിയാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കിട്ടി. ഇനി എന്താണ് നമ്മൾ പറയുന്നു? 3 ദിവസങ്ങളിൽ എ 3 ദിവസം ജോലി ചെയ്യുകയാണ്. എ ആദ്യത്തെ 2 ദിവസവും മൂന്നാമത്തെ ദിവസവും ജോലി ചെയ്യുക. അപ്പോൾ ഇവിടെ എ എത്ര ജോലി ചെയ്തു? 3 ചെയ്തു. കാര്യം എയുടെ എഫിഷ്യൻസി 3 ആണ്. ഇവിടെയും എത്ര ചെയ്തു? 3 ചെയ്തു. 3 ചെയ്തു. ഈ മൂന്നാമത്തെ ദിവസം ആര് കൂടെ വന്നു? ബിയും സിയും കൂടെ ചേർന്നു. ബിയും സിയും കൂടെ ചേർന്നപ്പോൾ എത്രയായി? ബി 2 വർക്ക് ചെയ്യുന്നുണ്ട്, സി 1 വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എ 9 വർക്ക് ചെയ്യുന്നുണ്ട്. ബി അവിടെ മൂന്നാം ദിവസം സഹായിച്ചപ്പം ഒരു 3 വർക്ക് കൂടെ വരുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് ആകെ എത്ര വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? 3, 6, 9, 12 വർക്ക് ചെയ്യുന്നുണ്ട്. 3 ദിവസം കൊണ്ട് 12 വർക്ക്. നമുക്ക് ഈ 12 എന്നുള്ളത് ആകെ എത്ര വർക്കാണുള്ളത്? 60 വർക്കാണ് ആകെ ഉള്ളത്. എന്ന് വെച്ചാൽ 12നെ എത്ര വെച്ച് ഗുണിക്കണം? 5 വെച്ച് ഗുണിക്കുമ്പോഴാണ് എന്താകുന്നത്? 60 ആകുന്നത്. എങ്കിൽ നമുക്ക് ഈ 3നെയും എത്ര വെച്ച് ഗുണിച്ചാൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര ദിവസം? 15 ദിവസം കൊണ്ടായിരിക്കും ആ ജോലി എ തീർക്കുന്നത്. ഉത്തരം കിടപ്പുണ്ട് അവിടെ. ബി ഓപ്ഷനിലാണ് കിടക്കുന്നത്. ചോദ്യം വായിക്കുക. 3/4, 1 and 1/2, 2 and 1/4 എന്ന ശ്രേണിയിലെ പദമല്ലാത്തത് ഏത്? ഇവിടെ ആ ശ്രേണി ഒന്ന് പരിഗണിച്ചാൽ മതി. ശ്രേണി ആരാണ്? ആദ്യം വന്നിരിക്കുന്നത് 3/4, പിന്നെ 1 and 1/2, പിന്നെ 2 and 1/4. നിങ്ങൾ നോക്കിയപ്പോൾ മുക്കാൽ എന്ന് പറയുന്ന ആൾ ആണ് ഇവിടെ ഉള്ളത്. മുക്കാൽ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുക്കാൽ. മുക്കാലിൻ്റെ കൂടെ വീണ്ടും മുക്കാൽ ചേരുമ്പോൾ എത്രയായി? 1.5 ആവും. 1.5യുടെ കൂടെ വീണ്ടും മുക്കാൽ ചേർന്നാൽ എത്രയായി? 2.25 ആയി. 2.25 കൂടെ വീണ്ടും ചേർന്നാൽ എത്രയായി? മുക്കാൽ ചേർന്നാൽ 3 ആയി. വീണ്ടും 3ൻ്റെ കൂടെ മുക്കാൽ ചേർന്നാൽ 3.25. അങ്ങനെയാണ് അത് പോകുന്നത്. 3.25, വീണ്ടും മുക്കാൽ ചേർന്നാൽ 4.5, വീണ്ടും മുക്കാൽ ചേർന്നാൽ 5.25, വീണ്ടും ചേർന്നാൽ 6, അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ 3ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള എല്ലാ ആളുകളും ഇവിടെ വരണം. 3, 6, 9, 12 അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇവിടെ വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ 3ൻ്റെ ഗുണിതമല്ലാത്ത ആൾ ആരാ? 4 മാത്രമേ ഉള്ളൂ. അപ്പം ഈ ശ്രേണിയിൽ വരാത്ത ആൾ ആരായിരിക്കണം? 4 ആണ് ഈ ശ്രേണിയിൽ വരാത്ത സംഖ്യ. ചോദ്യം വായിക്കുക. 17/7.5 ഡിവൈഡഡ് ബൈ 17/3.5 ഇൻറ്റു 17/4.5 ഇസിക്കൽ 17 എത്ര? ഇതാണ് ചോദ്യം. നമുക്ക് തന്നിരിക്കുന്ന കാര്യം ഒന്ന് അവിടെ എഴുതിക്കേ. ആദ്യം പറഞ്ഞിരിക്കുന്ന 17/7.5, പിന്നെ കാണിച്ചിരിക്കുന്ന ഡിവൈഡഡ് ബൈ ചിഹ്നമാണ്, പിന്നെ 17/3.5 ഇൻറ്റു ആണ് എത്ര? 17/4.5. നമുക്ക് ആദ്യം ഈ ആദ്യത്തെ രണ്ടാളെയും ചെയ്യാം. ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? a/m ഡിവൈഡഡ് ബൈ a/n എന്ന് വെച്ചാൽ a/m - n എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? 17 ഈ പവറുകൾ തമ്മിൽ കുറക്കണം.
7.5 നിന്ന് 3.5 കുറക്കണം. ഇവിടെയുള്ള 17/4.5 കിടന്നോട്ടെ, ഒറ്റ വരി തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളേ. അപ്പോൾ ഇവിടുത്തെ വേണ്ടി 17/7.5 നിന്ന് 3.5 പോയി കഴിഞ്ഞാൽ 4 എന്നാണ്. പിന്നെ ഓൾറെഡി ഇവിടെ ആരുടെ ഉണ്ട്? 17/4.5 ഉണ്ട്. ഇനി നമ്മൾ പഠിച്ച a/m × a/n എത്രയാണ്? a/m + n എന്ന് വെച്ചാൽ 17/4 + 4.5. അപ്പോൾ 17 എത്ര? 8.5. അപ്പോൾ 17 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 8.5 എന്ന് കിടക്കുന്നതാണ് നമ്മുടെ ഓപ്ഷൻ. ആരാണത്? ഡി ആണ് ഓപ്ഷൻ. ഇത് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. 7.5 എന്ന് പറയുന്ന ആൾ 4.5, അത് രണ്ടുമാണല്ലോ ഇൻറ്റു ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അവ തമ്മിൽ പ്ലസ് ചെയ്തിട്ട് 3.5 മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എല്ലാം ഒരു ആൻസർ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ചെയ്താലും അങ്ങനെയൊക്കെ തന്നെ കിട്ടും ആൻസർ. ചോദ്യം വായിക്കുക. ഓരോ വർഷവും 15% വീതം ഈ വേസ്റ്റ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2020 ഏകദേശം 20 ടൺ ഈ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ ഈ വേസ്റ്റ് ഉണ്ടാകാൻ ആണ് സാധ്യത? ഇപ്പം ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം 2020 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എത്ര ടണ്ണുണ്ട്? 2020 20 ടൺ ആണ് ഉള്ളത് ഈ വേസ്റ്റ്. ഇത് ഓരോ വർഷവും എത്ര ശതമാനം വീതം വർദ്ധിക്കുന്നു? 15% വീതം വർദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? 115% കണ്ടുപിടിക്കണം. ഇനി നമുക്ക് എപ്പോഴത്തേക്കാണ് കണ്ടുപിടിക്കേണ്ടത്? 2024 കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ എത്ര വർഷം? 4 വർഷത്തേക്ക് കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തുടങ്ങുന്ന എത്രയില്ല? 20 ടണ്ണാണ് നമുക്ക് തുടങ്ങിയിരിക്കുന്നത്. ഓരോ വർഷവും എത്ര വെച്ച്? 115/100 എന്ന് വെച്ചാൽ 15% വർദ്ധിച്ചു. വീണ്ടും 4 വർഷമാകുമ്പോൾ എന്ത് ചെയ്യണം? 4 തവണ കാണിക്കണം. 115/100. വീണ്ടും 115/100 ഇൻറ്റു എത്ര? 115/100. ഇയാളെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിക്കോളും? 34.98 ഇണ്ടുകൊണ്ട് ദശാംശങ്ങൾ നമുക്ക് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ എന്ന് കിട്ടണം. അത് സിംപ്ലിഫൈ നോക്കണം, അത് വെട്ടി ചെറുതാക്കിയൊക്കെ നോക്കണം കേട്ടോ, എന്നാലേ ആൻസർ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. 34.98 കഴിഞ്ഞ് വീണ്ടും കൊണ്ട് ഡെസിമൽസ് നമുക്ക് അത്രയും നമുക്ക് മതി. അത്രയുമാണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ വികർണം വൃത്തത്തിൻ്റെ വ്യാസമാണ് എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് 2 സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുരം അല്ലേ, വശം 2 സെൻറ്റിമീറ്റർ വരാവുന്ന ഒരു സമചതുരമാണ് ആദ്യം നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനൊരു സമചതുരം വരയ്ക്കുന്നു. ഇയാളുടെ ഒരു വശം 2 സെൻറ്റിമീറ്ററാണ്. സമചതുരത്തിൻ്റെ ഒരു വശത്തിന് എ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ എ ആണ് 2 സെൻറ്റിമീറ്റർ. എ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വികരണം എങ്ങനെ പറയാം? എ ആണ് വശമെങ്കിൽ വികരണത്തിൻ്റെ പേരാണ് a√2. അപ്പോൾ a√2 എന്ന് വെച്ചാൽ a2 അല്ലേ? അപ്പോൾ 2√2 ആണ് നമ്മൾക്കിപ്പോൾ ഉള്ള വികരണം. എന്ന് വെച്ചാൽ ഈ വരച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള ആളുടെ പേരാണ് ഇതാളാണ് വികരണം എന്ന് പറയുക. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ വികരണം ഇപ്പോൾ എത്രയാണ്? 2√2 സെൻറ്റിമീറ്റർ ആണ്. ഇനി അതെന്താണ്? ഈ വികരണമാണ് വൃത്തത്തിൻ്റെ വ്യാസമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അടുത്തൊരാൾ ഫിഗർ വന്നു, വ്യാസം അല്ലേ, ഒരു വൃത്തത്തിൻ്റെ വ്യാസം. ആ വ്യാസം എത്രയാണ്? 2√2 ആണ് അല്ലേ? അപ്പോൾ വ്യാസം എന്ന് വെച്ചാൽ എത്രയാണ്? ഡി എന്ന് തന്നെ പറയുന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നത് 2√2 എന്നാണ് നമ്മൾ പറയുക. അപ്പം ആരം എത്രയായിരിക്കും? 2√2ൻ്റെ പതികാരം വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. അപ്പോൾ നമുക്ക് √2 എന്ന് കിട്ടി. ആരം √2 കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ചുറ്റളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചുറ്റളവ്? ചുറ്റളവിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ചുറ്റളവിൻ്റെ ഇക്വേഷൻ 2πr എന്നാണ്. ആ 2 അവിടെ നിൽക്കട്ടെ, പൈ അവിടെ നിൽക്കട്ടെ, ആറിന് മാത്രം വില കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആൻസർ 2√2 പൈ എന്ന ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. കമ്പ്യൂട്ടർ എന്ന വാക്കിനെ PMOCRETU എന്നെഴുതാമെങ്കിൽ ഡിസൈഫർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം?
നമ്മൾ അതിനകത്ത് ആ പറഞ്ഞിരിക്കുന്ന കാര്യം കമ്പ്യൂട്ടർ എന്നുള്ളത് അവിടെ എഴുതിയിരിക്കുന്നവർ നോക്കിക്കുക എങ്ങനെയാണ്. കമ്പ്യൂട്ടർ COMPUTER ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിലിവർ രണ്ടാക്കിയിട്ടുണ്ട്. ഇതിലെ കണ്ടോ, ഈ ആദ്യത്തെ ആൾ തിരിച്ചിട്ടുണ്ടോ നോക്കിയേ എങ്ങനെയാണ് ആ പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ച് ഇവിടെ നേരെ തിരിച്ച് എഴുതിയിരിക്കണ്ട PMOC. പിന്നെന്താ ഈ രണ്ടാമത്തെ ആളും തിരിച്ചിട്ടു എങ്ങനെയാണ് RETU. അപ്പം നമുക്ക് DECIPHER ഇയാൾ ഇതുപോലെ തിരിച്ചേ അടുക്ക് വെച്ച് വെട്ടി നേരെ തിരിച്ചിട്ടേ ICED ഇയാൾ നേരെ തിരിച്ചേ REHP. കണ്ടോ ICED REHP എന്ന ആദ്യം കിടപ്പുണ്ട്, ഒന്നാമത്തെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. A ആണ് നമ്മുടെ ഉത്തരം. ചോദ്യം വായിക്കുക. ഓയുടെ അച്ഛനാണ് M, Qയുടെ മകനാണ് P, എമ്മിൻ്റെ സഹോദരനാണ് N, പിയുടെ സഹോദരിയാണ് O എങ്കിൽ Nഉം Qവും തമ്മിലുള്ള ബന്ധം. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓയുടെ അച്ഛനാണ് M. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, M എന്നുള്ളത് അച്ഛനാണ്, M എന്നുള്ളത് ആണാണെന്ന് മനസ്സിലായി, ഇത് ഫാദർ ആണെന്ന് മനസ്സിലായി. പുള്ളിയുടെ മകനാണ് ആര് O എന്ന് പറയുന്നത്. രണ്ടാമത് Qയുടെ മകനാണ് P. അതിവിടെ എഴുതാനായിട്ട് QP എന്ന് പറഞ്ഞ റിലേഷൻ വന്നിട്ടില്ല. ഈ എമ്മും ഓയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാത്രമേ പറയാവുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു എമ്മിൻ്റെ സഹോദരനാണ് N. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എമ്മും Nഉം സഹോദരന്മാരാണ്. കണ്ടോ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, പിയുടെ സഹോദരിയാണ് O എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓയുണ്ട്, ഓയും പിയും സഹോദരിമാരാണെന്ന് വെച്ചാൽ എമ്മിൻ്റെ മക്കളാണ് ഈ രണ്ടുപേരും, പിയും ഓയും. ഇനി നോക്കിയേ, Q എന്ന് പറയുന്ന ആൾ ഇവിടെ വായിച്ചേ, Q എന്ന് പറയുന്ന ആളുടെ മകനാണ് P. അപ്പോൾ Q എന്ന് പറയുന്ന ആൾ ഇവിടെയുണ്ട്, Q എന്ന് പറയുന്ന ആളുടെ മകനാണ് P എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം മനസ്സിലായി? Q എന്ന് പറയുന്നത് അമ്മയാണ്, മദറാണ്, ഇത് അച്ഛനാണ്, അവരുടെ മക്കളാണിത്. ഈ പറഞ്ഞിരിക്കുന്ന M എന്ന് പറയുന്ന പറഞ്ഞിരിക്കുന്ന ആളുടെ സഹോദരനാണ് N. ഇനി Nഉം Qവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ Q എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡാണിത്, ഹസ്ബൻഡിൻ്റെ സഹോദരനാണ് N. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സഹോദരനെ വിളിക്കുന്ന പേരെന്താണ്? അളിയൻ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആരാണ്? B എന്നാണ് നമ്മുടെ ഓപ്ഷൻ. നിങ്ങൾ ചോദ്യം നോക്കുക. ആ പറഞ്ഞിരിക്കുന്ന കളം ഒന്ന് നോക്കിക്കേ. ഇവിടെ ഒരു 10, പിന്നെ 12, പിന്നെ 15, പിന്നെ 68, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, 20, 51, 38, 27. ഇതുവർ ചെയ്തിരിക്കുന്നത് ഈ 10ഉം 2ഉം തമ്മിലുള്ള 12 തമ്മിലുള്ള വ്യത്യാസം എത്ര? 2 ആണ്. 12ഉം 15 തമ്മിലുള്ള വ്യത്യാസം എത്ര? 3 ആണ്. 15ഉം 20ഉം തമ്മിലുള്ള എത്ര? 5 ആണ്. 20, 27 എത്ര? 7 ആണ്. 27, 38 എത്ര? 11 ആണ്. 38, 51 എത്രയാ? 13 ആണ്. 51, 68 എത്ര? 17 ആണ്. അപ്പോൾ കൂട്ടിയ ആ സംഖ്യകൾ കൂട്ടിയതിൻ്റെ രീതികൾ നോക്കി. ആദ്യം 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 5 കൂട്ടി, പിന്നെ 7 കൂട്ടി, പിന്നെ 11 കൂട്ടി, പിന്നെ 13, 17. ഈ സംഖ്യകൾക്ക് പ്രത്യേകം നിങ്ങൾക്ക് മനസ്സിലായി, പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സ് കൂട്ടിയാണ് പോകുന്നത്, അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ 2, 3, 5, 7, 11, 13, 17. ഇനി എത്ര കൂട്ടാനായിട്ടുള്ളത്? 19 കൂട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ 68 എന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ 19 കൂടെ കൂട്ടുക. നമ്മുടെ ആൻസർ എത്ര കിട്ടും? 87. നമ്മുടെ ഓപ്ഷൻ C എന്ന് പറയുന്ന 87 ആണ് നമ്മുടെ ആൻസർ. 87 നമ്മുടെ കിടപ്പുണ്ട്. ഇതാണ് നിങ്ങളുടെ ആൻസർ.